ശ്രീനാരായണ ഗുരുവിന്റെ 171ാമത് ജയന്തി ആഘോഷങ്ങളിൽ നാട്. നഗരം ചുറ്റിയ ഗംഭീര ജയന്തി ഘോഷയാത്രയോടുകൂടിയാണ് ചേർത്തല SNDP യൂണിയന്റെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നഗരത്തെയാകെ പീതവർണം പുതപ്പിച്ച ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് പേരാണ് അണിനിരുന്നത്. നൃത്തരൂപങ്ങളും കുട്ടികളുടെ കലാരൂപങ്ങളും ഘോഷയാത്രയുടെ മാറ്റുകൂട്ടി. യൂണിയൻ മൈതാനത്താണ് ഘോഷയാത്ര സമാപിച്ചത്. തുടർന്ന് നടന്ന ജയന്തി സമ്മേളനം മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഭാവബന്ധമുടു സത്യരൂപനാം ദേവനിൻ മഹിമയാർന്ന കോവിലിൽ പാവന പ്രഭയും വിളക്കിതാ സാവധാനം അടിയൻ കൊളുത്തിനേ. ലോകത്തിനു മുമ്പ് എത്രയോ പ്രതിഷ്ഠകൾ നേരത്തെയും നടന്നിട്ടുണ്ട്. എത്രയോ പ്രതിഷ്ഠകൾ പിൽക്കാലത്ത് നടന്നിട്ടുണ്ട്. എത്രയോ ക്ഷേത്രങ്ങളുടെ ഉദയമുണ്ടായിട്ടുണ്ട്. രാജ്യത്തിനും ലോകത്തും എത്രയോ പ്രമുഖങ്ങളായ ദേവാലയങ്ങളുടെ ഉദയമുണ്ടാകുമ്പോഴും അരുവിപ്പുറത്തെ പ്രതിഷ്ഠ പോലൊരു പ്രതിഷ്ഠയെക്കുറിച്ച് പറയാൻ ലോകത്തിന് ഇന്നോളം ആയിട്ടേയില്ല. അമ്പലത്തിൻ്റെ വ്യാസത്തെക്കുറിച്ചോ അമ്പലത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചോ അതിൻ്റെ താഴികക്കുടങ്ങളുടെ ആകാര സൗഷ്ഠവത്തെക്കുറിച്ചോ അല്ല അരുവിപ്പുറം പ്രതിഷ്ഠയുടെയും ക്ഷേത്രത്തിൻ്റെയും മഹാത്മ്യം പറയുന്നവർ ചെന്ന് നിൽക്കുന്നത്. 1888 ആ ദിവസത്തിന് മുമ്പിൽ ആ ശിവരാത്രി ദിവസം നെയ്യാറിൽ മുങ്ങിത്തപ്പിയെടുത്തൊരു കല്ല് കൊണ്ടുവന്നിട്ടൊരു കല്ലിന്മേൽ വെച്ചിട്ട് ഗുരുദേവനോട് വലിയ പ്രതിഷ്ഠ നടത്തുകയായിരുന്നു. ആ പ്രതിഷ്ഠയാണ് ആധുനിക കേരളത്തിൻ്റെ തറക്കല്ലിടിയിലേക്ക് എത്തിയത്. എങ്ങനെ ആധുനിക കേരളം രൂപപ്പെട്ടുവെന്നറിയാൻ അവിടെ മുതലാണ് നാം പരിശ്രമിക്കേണ്ടത്. SNDP യോഗം പ്രസിഡന്റ് MN സോമൻ ജയന്തി ദിന സന്ദേശം നൽകി. യോഗം ചേർത്തല യൂണിയൻ ചെയർമാൻ KP നടരാജൻ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ജസ്റ്റിസ് P. മോഹൻദാസ്, മുൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ KV മോഹൻദാസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. യോഗം ഭാരവാഹികളായ T. അനിയപ്പൻ, PD ഗഗാറിൻ, അനിൽ ഇന്ദീവരം, നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, വൈസ് ചെയർമാൻ TS അജയ്കുമാർ, അഡ്വക്കേറ്റ് CK ഷാജിമോഹൻ, അഡ്വക്കേറ്റ് PK ബിനോയ്, PS ജ്യോതിസ് തുടങ്ങിയവർ സംസാരിച്ചു.